ഹലോ എവ്രി വൺ, ഇന്നത്തെ വീഡിയോ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു അടിപൊളി റിസോർട്ടാണ്. ഫാമിലി ഫ്രണ്ട്സായിട്ട് ഒന്നിച്ച് വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാം ആൻഡ് ക്വയറ്റ് റിസോർട്ടാണ്. ഇത് വരുന്നത് വയനാട്ടിലാണ്. വയനാട്ടിലെ കൊച്ചു സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ പേര് മോറിക്കാപ്പ് റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ ബോത്ത് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഇറ്റ്സ് സോ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്. രണ്ട് സൈഡ് പോണ്ടൊക്കെ ആയിട്ട് കുഞ്ഞു പോണ്ടാണ്. ഫിഷസ് ഉണ്ട്, ഒരുപാട് ഫിഷസ് ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുക, അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരെ നമ്മളെ നല്ല രീതിയിൽ വെൽക്കം ഒക്കെ ചെയ്തു. പിന്നെ വരുന്നത് സിറ്റിംഗ് ഏരിയ ആണ്. ഗ്രേ ആൻഡ് വുഡ് ഇൻറ്റീരിയറിലാണ്. അടിപൊളി കോമ്പിനേഷനാണ്. അതോടൊപ്പം വെൽക്കം ഡ്രിങ്കും പ്രൊവൈഡ് ചെയ്തിരുന്നു അവർ. പിന്നെ ഒരു കുഞ്ഞ് മോറിക്കാപ്പ് എന്ന് എഴുതിയിട്ടുള്ള ഒരു നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു കുഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതാണ് ഏറ്റവും ഹൈലൈറ്റഡ് എനിക്ക് തോന്നിയത്. കേരളത്തിൻ്റെ ട്രഡീഷണൽ കൾച്ചറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആനയും ഒക്കെ വന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ചുറ്റും. അത് നമുക്ക് നോക്കിയാൽ കാണാം. ആൻഡ് ഇത് അതിൻ്റെ ഇവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെ കുറച്ച് ബോർഡും കാര്യങ്ങളാണ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മഴക്കാലം ആയതുകൊണ്ട് അതിലൊന്നും കയറാൻ പറ്റിയിരുന്നില്ല. ബട്ട് നമ്മളിപ്പോൾ ചൂട് സമയത്തൊക്കെ പോയാൽ, മഴ അല്ലാത്ത സമയത്ത് പോയാൽ നമുക്ക് ഈ ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. മോറിക്കാപ്പ് റിസോർട്ടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വൈറ്റ്രി കൽപ്പറ്റയാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് റൂമുകളുണ്ട്. ഓരോ വീട് പോലെ ആയിട്ടാണ്. ഞങ്ങളത് ഇതാണ്. ആൻഡ് പൂൾ വില്ലാസൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരു പൂൾ വില്ല അല്ല കേട്ടോ എടുത്തത്. കയറുമ്പോൾ 2 പാർട്ടീഷനാണ്. നമ്മളെ കുഞ്ഞൊരു ഹോളുണ്ട്. നല്ല അതിൻ്റെ ഇൻറ്റീരിയറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ സോഫ ഇറ്റ്സ് സോ ഗുഡ്. കളറാണ് അടിപൊളിയായത്. വുഡിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം. നമുക്ക് പുതിയ വീടൊക്കെ കെട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും. ബെഡ്റൂം അത്യാവശ്യം നല്ല വലുതാണ്. ആൻഡ് ലൈറ്റും കാര്യങ്ങളും അതിന് മുകളിൽ വൂഡൻ കൊണ്ട് ഇങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നല്ലുണ്ട്. ഒരു കോൺ ഷേപ്പാണ്. ആൻഡ് ഈ ഒരു കളറ് പച്ചയല്ല, ഒരു തരം എന്തോ ഒരു കളറാണ്. കളർ അറിയാമെങ്കിൽ, കറക്റ്റ് പേരറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ക്ലീനുള്ളൊരു റിസോർട്ടാണ് കേട്ടോ. പ്രീമിയം ക്വാളിറ്റി റിസോർട്ടാണ്. ഇതാണ് ബാൽക്കണി അത് തുറന്നാലാണ് വലിയൊരു കോമഡി കാണാൻ പോകുന്നുള്ളത്. അടിപൊളി ബാൽക്കണിയാണ്. ഞങ്ങൾക്ക് കിട്ടിയത് പുറത്ത് നോക്കിയാൽ വലിയ നമുക്ക് തുറന്ന സ്ഥലമൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ പറ്റുന്ന ഇതുണ്ട്. നമ്മൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല വാങ്ങിക്കുമ്പോൾ. ബുക്ക് ചെയ്തത് ഓൺലൈനിലാണ്, അതുകൊണ്ട് നമുക്ക് അത് അറിഞ്ഞിരുന്നില്ല. പക്ഷേ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പൂളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇതുപോലുള്ളത് കാണാൻ പറ്റുന്നത് എടുത്താൽ നല്ലതാണ്. ഞങ്ങൾക്ക് അതല്ല കിട്ടിയത്. അത് നമുക്കൊരു ചെറിയൊരു ഡ്രോബാക്കായി തോന്നിയിട്ടുണ്ട്. ആ കോമഡി പറയാം. കോമഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് പുറത്തിരുന്നൊന്നും കഴിക്കാൻ പറ്റിയില്ല. ബിക്കോസ് മങ്കി ഈ ഒരു സൈഡ് ആയത് കൊണ്ട് തന്നെ മങ്കി ഒരുപാടുണ്ടായിരുന്നു. കുട്ടികളുള്ളവർ എന്തായാലും ശ്രദ്ധിക്കുക. പക്ഷെ ഇത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആ ഡോറൊക്കെ അടിച്ച് നമ്മൾ ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇത് ഉള്ളിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് അവർ ഞങ്ങൾ കൊടുത്ത ഫുഡൊക്കെ അവർ ബനാന അങ്ങനത്തൊക്കെ ഈ മങ്കികൾ കഴിക്കാൻ തുടങ്ങി. മക്കളുള്ളവർ ശ്രദ്ധിക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചൊന്ന് വേറെ പുറത്ത് അവരോടൊന്ന് ചോദിക്കുക. പുറത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളത് റൂം മതി എന്ന് പറയാം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ അവർ കൂട്ടിക്കൊണ്ട് വന്ന് ഈ മങ്കി അങ്ങനെ നല്ല ഉണ്ടായിരുന്നു. കുറച്ച് ഒരു അരമണിക്കൂർ ഇത് കണ്ടു നിൽക്കാൻ നല്ല ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ കഴിയുമ്പോൾ കുറച്ച് ഇറിറ്റേറ്റായി. ബിക്കോസ് നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ. പിന്നെ പൂൾ വില്ലൊക്കെ ഉണ്ട്. അത് ഞാനിപ്പോൾ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല ഉണ്ട് കേട്ടോ പൂൾ വില്ലെല്ലാം കാണാൻ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ആൻഡ് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പുറത്ത് പോയി. പുറത്ത് അടിപൊളിയാണ് കാണാൻ. ഒരുപാട് ഫോട്ടോസ് കിട്ടും. ഫോട്ടോസാണ് നമുക്ക് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണിത്. ആൻഡ് മൊത്തം ഒരു ഗ്രീനിഷാണ്. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് കുറച്ച് ഷെയർ ആക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അവസാനം കുറച്ച് കൂടുതൽ ഫോട്ടോസ് മോൻ്റെത് ഷെയർ ആക്കാം.
എൻ്റെ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു വില്ലകളാണിങ്ങനെ. പിന്നെ മുകളിൽ പോയാലില്ല നമുക്ക് ഒരു അടിപൊളി സീനറിയാണ് കാണാൻ പോകുന്നത്. അത് ഏറ്റവും മുകളിൽ പോണ സ്റ്റെപ്പ് കയറാനുണ്ട്. അതാണ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്ക്. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റും മുകളിൽ നിന്നാൽ. ആൻഡ് അത് നല്ല ഉണ്ട് കേട്ടോ കാണുമ്പോൾ. മൊത്തം ഇതാണ് പറഞ്ഞത്, സ്വിറ്റ്സർലാൻഡിലുള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും കൊച്ചു സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. ആ ഒരു എക്സ്റ്റീരിയർ ഇങ്ങനെ ആയിരിക്കാനാണ് സാധ്യത ഉള്ളത്. എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. ഡ്രീം ഡെസ്റ്റിനേഷൻ ചെറുപ്പം മുതലേ ഉള്ളത്. ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ പോവും. അപ്പോൾ ഷെയർ ചെയ്യാം അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇതാണ് അതിൻ്റെ വ്യൂ. ഞങ്ങൾ കയറി വന്ന സ്ഥലമാണത്, ആ സ്റ്റെപ്പ്. അവിടെ നല്ല നല്ല വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ റേറ്റ് കുറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചെറിയ റേറ്റിലൊക്കെ കിട്ടും. ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഏകദേശം 10,000 റുപ്പീസിനാണ് കിട്ടിയത്. അത്യാവശ്യം ഓക്കെ ആ ഒരു ഇതിൽ അടിപൊളിയാണ് റിസോർട്ടൊക്കെ. ബിക്കോസ് നല്ലൊരു റേറ്റിലാണ് കിട്ടിയത്, ഓഫർ റേറ്റിലാണ് കിട്ടിയത്. പിന്നെ സൈക്ലിങ് ചെയ്യാൻ ഒരുപാട്, മഴക്കാലമായതുകൊണ്ട് സൈക്ലിംഗ് മാത്രമാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഈവനിങ് നമുക്ക് ടീയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു 2 തരം സ്നാക്കും ചായയോ കോഫിയോ അങ്ങനെ അവർ ഓഫർ ചെയ്യുന്നു. പിന്നെ നമ്മൾ പോയത് സ്വിമ്മിംഗ് പൂളാണ്. അവിടെ പോയി കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ മോനും ഹസ്ബൻഡും പൂളിൽ ഇറങ്ങി. ഞാൻ ഇറങ്ങിയില്ല. ആൻഡ് പൂള് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. മഴക്കാലം ആയതുകൊണ്ട് തന്നെ മോന് സ്വിമ്മിങ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട്. പിന്നെ അവിടെ ഒരു കുഞ്ഞൊരു പൂൾ ബാർ ഉണ്ടായിരുന്നു, ഡ്രിങ്ക്സ് അവൈലബിൾ ആണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അത് കാണാൻ നല്ല ഉണ്ടായിരുന്നു കേട്ടോ രാത്രിയൊക്കെ ആകുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് ഒരു മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു. മ്യൂസിക് ഷോ എന്ന് പറഞ്ഞാൽ വയലിൻ കൊണ്ട് ഒരാൾ വായിക്കുന്നത് എന്നല്ലേ പറയുന്നത്. നല്ല കാം ആൻഡ് റിലാക്സ്ഡ് മ്യൂസിക്കാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ്. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് അടിപൊളിയാണ് കേട്ടോ, ലൈവ് പെർഫോമൻസ്. ഞങ്ങൾക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ റിസോർട്ടൊക്കെ ഇങ്ങനെയുള്ള ലൈവ് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെ മോനും ഹസ്ബൻഡും ഞാനൊക്കെ ക്വറ്റായിട്ടിരുന്നു. നല്ലൊരു ഫീലിംഗ് ആണ്. നമുക്ക് റിലാക്സ് ആവും ബോഡിയും. ലൈവ് പെർഫോമൻസ് കാണുമ്പോൾ എപ്പോഴും ബോഡി, എസ്പെഷ്യലി മ്യൂസിക്കൊന്നും പാട്ടൊന്നും പാടാതെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഡിന്നർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. റൈസും നോൺ വെജും വെജും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കേരളത്തിലാവുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് പറ്റിയ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് സ്വീറ്റ്സും ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് മോൻക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഗെയിംസ് കളിക്കാൻ പോയി. ഗെയിംസ് അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവർ ക്യാരംസ് അങ്ങനെ എന്തൊക്കെ കളിച്ചു. ഞാൻ ജസ്റ്റ് നോക്കി വീഡിയോ എടുക്കാനാണ് മോസ്റ്റ്ലി ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാറ്. അറ്റ് ലാസ്റ്റ് ഞാൻ ഉണ്ടാവാറില്ല വീഡിയോസിൽ. മോൻ അവിടെ തന്നെ ജിംനേഷ്യം കൂടെ ഉണ്ട്. മോൻ എക്സസൈസൊക്കെ ചെയ്തു. മോൻ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എൻ്റെ ഡേ. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ എണീറ്റിരുന്നു. ബിക്കോസ് 11 മണിയാകുമ്പോൾ ചെക്കൗട്ടാണ്. ചെക്കിന് 2 മണി, 11 മണി, 11 o'clock ചെക്കൗട്ടാണ്. സോ രാവിലെ എണീറ്റ്, റിസോർട്ട് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. രാവിലെ എണീറ്റ് നമ്മൾ ആ ഒരു ഫ്രഷ് എയറൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം, നടക്കണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ 10 മണി വരെ കിടന്നുറങ്ങി പോകുന്നത് നല്ലതല്ല. റിസോർട്ട് വന്നാൽ രാവിലത്തെ തണുപ്പോട് കൂടിയിട്ടുള്ള വെള്ളത്തിൽ ഇറങ്ങുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ ആ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് തന്നെ തുടങ്ങും. ആ സമയത്ത് തന്നെ പോയിട്ട് ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാം. അത് നല്ല. അതിനുശേഷം നമുക്ക് കുളിച്ചിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ, ബാക്കി വന്ന ഫോട്ടോസൊക്കെ എടുക്കണം. ആ സമയത്ത് അങ്ങനെ യൂസ് ചെയ്താൽ മതി. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസ് മോൻ്റെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഫോട്ടോസാണ്. ഒരു കുഞ്ഞു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ, പക്ഷെ അതിൻ്റെ ഫോട്ടോസ് എടുത്തില്ല. ആൻഡ് ഈ ഒരു കുഞ്ഞു കുളത്തിൻ്റെ അടുത്ത് ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. അടിപൊളി ഫോട്ടോസാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഉണ്ടായത്. സോ നിങ്ങൾക്ക് വെക്കേഷൻ സമയങ്ങളിൽ, ഒഴിവ് സമയങ്ങളിൽ വയനാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ട് എന്തായാലും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.